ഹായ്, നമ്മൾ ഇന്ന് ഈ ചലഞ്ചിൻ്റെ സെൽഫ് ലവ് ചലഞ്ചിൻ്റെ 15ാമത്തെ ദിവസം എത്തി നിൽക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ പേര് സിമ്പിൾ. ഐ എം എ ലൈഫ് കോച്ച് ആൻഡ് എ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ടൊരു വീഡിയോ സീരീസ് ചെയ്യുന്നുണ്ട്, 21 ഡേയ്സ് സെൽഫ് ലവ് ചലഞ്ച്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒട്ടും സെൽഫ് ലവ് ഇല്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ ലൈഫിൽ പല ഏരിയയിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് അവർക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് കറക്റ്റ് സമയത്ത് എക്സ്പ്രസ് ചെയ്യാൻ അറിയണം എന്നില്ല. മനസ്സിലായിരിക്കും അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതൊരിക്കലും പുറം ലോകം കാണാത്ത അഭിപ്രായങ്ങളായിരിക്കും. അവരവരെ സ്നേഹിക്കുന്നുണ്ടായിരിക്കില്ല. ചുറ്റുപാടുമുള്ള ആളുകളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഒക്കെ അവരുടെ ഉള്ളിൽ തന്നെ കിടക്കുന്നത്. വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടായിരിക്കും, ഒട്ടും സുഖമല്ലാത്തൊരു ലൈഫായിരിക്കും അവർ ജീവിക്കുന്നത്. പക്ഷെ അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കിടക്കണമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 21 ഡേയ്സ് ചലഞ്ചായിട്ട് നമ്മളൊരു വീഡിയോ സീരീസ് ആയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ പങ്കെടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട്, 21 ഡേയ്സ് സെൽഫ് ലവ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട്. അതിൽ 14 ദിവസത്തെ ചലഞ്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്ത് കഴിഞ്ഞു. 14 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോസ് കണ്ടു നോക്കാം. വെറുതെ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മാറ്റമൊന്നും ഉണ്ടാവില്ല. സോ ഓരോ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് അതിൽ പറയുന്ന ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാ ദിവസവും ഒരു തീമുണ്ട്. ഇന്നത്തെ തീം എന്ന് പറയുന്നത് മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. ആർക്കൊക്കെയാണ് നമ്മളിത് മാപ്പ് കൊടുക്കാൻ പോകുന്നത്? നമ്മൾ സ്വയം നമുക്ക് തന്നെ മാപ്പ് കൊടുക്കുന്നുണ്ട്. നമ്മളോട് തെറ്റ് ചെയ്ത ആളുകൾക്ക് നമ്മൾ മാപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കാരണം തെറ്റ് ചെയ്തവർക്ക് എന്തിനാണ് മാപ്പ് കൊടുക്കുന്നത്? മാപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ചെയ്ത തെറ്റ് തെറ്റല്ലെന്നല്ലേ. അപ്പോൾ പിന്നെ തെറ്റ് ചെയ്തത് നമ്മളാണോ? അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ടാണ് മാപ്പ് കൊടുക്കുന്നത്. അല്ലാതെ അവർ ചെയ്ത തെറ്റ് തെറ്റല്ലാത്താവുന്നില്ല. ഒരു വ്യക്തി എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, അതായത് തെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ചിന്തകളിലൂടെ തെറ്റ് ചെയ്യാം. ചില ആളുകൾ നമ്മളോട് ഭയങ്കര സ്നേഹത്തിലായിരിക്കും സംസാരിക്കുന്നത്, ഉള്ളിൽ ചിന്തിക്കുന്നത് അതൊന്നല്ലായിരിക്കും. അപ്പോൾ ചിന്തകൾ കൊണ്ട് ആളുകൾ തെറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളത് അറിയാതെ പോകുന്നുണ്ട്. വാക്കുകൾ കൊണ്ട് തെറ്റ് ചെയ്യുന്നുണ്ട്, പ്രവൃത്തി കൊണ്ട് തെറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ ചെയ്താലും തെറ്റ് തന്നെയാണ്. അപ്പോൾ ഓരോ വ്യക്തിയും ചെയ്യുന്ന തെറ്റിൻ്റെ ഫലം അവർ തന്നെ അനുഭവിക്കുന്നുണ്ടാവും. ചിലത് അനുഭവിക്കുന്നത് നമുക്ക് വിസിബിൾ ആയിരിക്കില്ല, പക്ഷെ അവർ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരിക്കും. ചിലത് നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച്, ഓരോ വ്യക്തിയും ചെയ്യുന്ന തെറ്റിനെക്കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ യൂണിവേഴ്സിന് അതിൻ്റേതായ ഒരു ലോ ഉണ്ട്. അപ്പോൾ അത് യൂണിവേഴ്സ് കറക്റ്റായിട്ട് അതിനെ ക്രമീകരിച്ചോളും. ഇപ്പോൾ പ്രളയം വന്നത് നമുക്കറിയാം, കൊറോണ വന്നതറിയാം. അപ്പോൾ പല ആളുകളും അതിലൂടെയൊക്കെ നന്നായിട്ടുണ്ട്. ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് പരിവർത്തനങ്ങളൊക്കെ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രകൃതി എന്ത് കാര്യത്തിനെയും അത് റീഅറേഞ്ച് ചെയ്തോളും. സോ വേറൊരാളുടെ തെറ്റിനെക്കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം മാത്രം ആലോചിക്കുക, നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുക, വേറൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക. അപ്പോൾ മാപ്പ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പലതിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആ വ്യക്തി എന്നോട് അങ്ങനെ ചെയ്തില്ലേ, അവർ ചെയ്തത് കൊണ്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ബിസിനസ്സിൽ ഒരുപാട് ലോസ് ഉണ്ടായിട്ടുണ്ട്, എൻ്റെ കരിയറിനെ അത് ബാധിച്ചിട്ടുണ്ട്, മാനസികമായിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. പലതും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. എന്നിട്ട് ഒരു പ്രാവശ്യം നമ്മളിത് അനുഭവിച്ചിട്ടുണ്ട്, പക്ഷേ ഒരുപാട് പ്രാവശ്യം നമ്മളത് ആലോചിച്ച് നമ്മുടെ മനസ്സിലിങ്ങനെ കൊണ്ടു നടന്നിട്ട് മനസ്സിനൊരു ഭാരം പോലെയാണ്. ഇപ്പം നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഓരോ ദിവസവും നമ്മളിത് ആലോചിച്ച് മനസ്സിന് ഭാരം കൂട്ടി നമ്മുടെ എനർജി തന്നെയാണ് നമ്മൾ കളയുന്നത്. നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, അതിൽ നിന്ന് നമ്മൾ ബ്ലോക്ക് ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. സോ നമ്മളുടെ മനസ്സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടാണ് ഈ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ നമ്മൾ റിലീസ് ചെയ്ത് നമ്മളെ ഫ്രീ ആക്കുന്നത്. കാരണം നമ്മൾ അവർ തെറ്റ് ചെയ്തു, ഇവർ തെറ്റ് ചെയ്തു, അവരങ്ങനെ ചെയ്തത് ശരിയാണോ, ഇതൊക്കെ നമ്മളുടെ മനസ്സിലാണ് ആലോചിച്ച് കൂട്ടുന്നത്. അതിന് പകരം നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റും? നമ്മുടെ ലൈഫ് കുറേയും കൂടി ബെറ്റർ ആക്കുന്ന, നമ്മുടെ ഹെൽത്ത് ബെറ്റർ ആക്കുന്ന, നമ്മുടെ കരിയർ ബെറ്റർ ആക്കുന്ന, നമ്മുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അതിന് പകരം ചിന്തിക്കാനും ചെയ്യാനും പറ്റും. ആവശ്യമില്ലാത്ത ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണോ, ആവശ്യമുള്ള കാര്യങ്ങൾ വെച്ച് അതിനെ റീപ്ലേസ് ചെയ്യണോ എന്നുള്ളതൊക്കെ നമ്മുടെ ചോയ്സാണ്. ഫോർഗീവ് ചെയ്യണോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ ചോയ്സാണ്. പണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള പല തെറ്റായ കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്തിട്ട് നമ്മളുടെ ലൈഫ് ഇപ്പം നശിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പണ്ടത്തെ നമ്മളെ വെച്ചിട്ട് കമ്പയർ ചെയ്യാനോ ക്രിട്ടിസൈസ് ചെയ്യാനോ ഒന്നും നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ നമ്മൾ എന്താണ് അതിനനുസരിച്ചിട്ട് നമ്മൾ ജീവിച്ച് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇന്നത്തെ ദിവസം നമ്മൾ ചൂസ് ചെയ്യുന്നത്, നമ്മൾ നമുക്കും ഫോർഗീവ് ചെയ്യുന്നു, നമ്മളോട് തെറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കും നമ്മൾ ഫോർഗീവ് ചെയ്യുന്നു. മാപ്പ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. നമ്മൾ ഓടിച്ചെന്ന ആ വ്യക്തിനെ കണ്ടിട്ട് മാപ്പൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ചില കേസിൽ
നമ്മളും വില്ലിങ് ആണ് ആ വ്യക്തിക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകുന്ന നല്ലൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് നേരിട്ട് ഇരുന്ന് മാപ്പ് പറയാം. അല്ലാത്ത കേസിൽ നമ്മൾ മനസ്സുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി. ഇനി അതും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ചെയ്യുന്ന മിറർ വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് നമ്മൾക്ക് മാപ്പ് കൊടുക്കുക. നമ്മൾ ആർക്കൊക്കെയാണോ മാപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ പറയുക. അങ്ങനെ നമ്മൾ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ഇന്നത്തെ മിറർ വർക്കിലേക്ക് പോകാം. ഇന്നത്തെ മിറർ വർക്കിൽ നിങ്ങളൊരു കണ്ണാടി എടുക്കുക, നിങ്ങളതിലോട്ട് നോക്കുക. അപ്പോൾ കംഫർട്ടബിളായിട്ട് വേണമെങ്കിൽ ഇരുന്ന് എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യാം. കാരണം മാപ്പ് കൊടുക്കാൻ പോകാണല്ലോ. ഒരുപാട് ദേഷ്യമുള്ള ആളുകൾക്കൊക്കെയാണല്ലോ മാപ്പ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിന്നിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇരുന്നിട്ട് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ലൈഫിൽ ആരൊക്കെ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ട്, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഓരോ വ്യക്തിയും മനസ്സിലൂടെ പാസ് ചെയ്ത് പോകാനായിട്ട് നിങ്ങൾ അനുവദിക്കുക. അപ്പോൾ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ വ്യക്തിയെ കാണുമ്പോൾ ഇങ്ങനെ പറയാം, അതായത് നിങ്ങൾ എന്നെ ഈ രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട്, അതെന്നെ പല രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വ്യക്തിനോട് എന്തൊക്കെയാണോ നിങ്ങൾക്ക് ആ വ്യക്തിനോട് പറയാനുള്ളത് അത് നിങ്ങൾ പറയുക. കണ്ണ് തുറന്നിട്ട് കണ്ണാടിയുടെ മുന്നിലോട്ട് നോക്കി, നിങ്ങളുടെ കണ്ണിലോട്ട് നോക്കി നിങ്ങൾ ആ വ്യക്തിനെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ വ്യക്തിനെ ആലോചിച്ചിട്ട് ആ വ്യക്തിയോട് എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അത് മനസ്സ് തുറന്ന് നിങ്ങൾ സംസാരിക്കുക. ചിലപ്പോൾ നമുക്ക് ആ വ്യക്തിനെ നോക്കി ഇതൊന്നും പറയാൻ പറ്റില്ല. സോ കണ്ണാടിയുടെ മുന്നിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊന്ന് എക്സ്പ്രസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കത് എക്സ്പ്രസ് ചെയ്ത് കളയാനെങ്കിലും പറ്റുമല്ലോ. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ഇനി ഓരോ വ്യക്തിനെ എടുത്തിട്ട് അവരോട് പറയാം, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും കൊണ്ട് നടന്ന് ഞാൻ എന്നെ നശിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ പഴയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മൾ പാസ്റ്റിൽ നമ്മളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ പറയുക, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് പഴയ കാര്യങ്ങൾ ആലോചിച്ചിരിക്കലല്ല നേരം. സോ ഇതുപോലത്തെ ചീത്ത ചിന്തകളൊക്കെ ഞാനത് റിലീസ് ചെയ്യാൻ പോവുകയാണ്. സോ ഐ ഡിസൈഡഡ് ടു ഫോർഗിവ് യു. ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഐ ഫോർഗിവ് യു, ഐ സെറ്റ് യു ഫ്രീ. നിങ്ങളെ ഞാൻ സ്വതന്ത്രമാക്കി വിട്ടേക്കുകയാണ്. ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും, എന്തിനാണ് ഇവർക്കൊക്കെ മാപ്പ് കൊടുക്കണേന്നുള്ളത്. പക്ഷേ നമ്മളുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും തോന്നുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങളുടെ ഒരു റെസിസ്റ്റൻസ് ആണ്. കാരണം ഇത്രയും നാളെ നമ്മൾ അവരെക്കുറിച്ച് ദേഷ്യത്തോടെ ചിന്തിച്ചിട്ട് ഇന്നത്തെ ഒരു ദിവസം ഐ ഡിസൈഡഡ് ടു ഫോർഗിവ് യു, ഐ ഫോർഗിവ് യു, ഐ സെറ്റ് യു ഫ്രീ എന്നൊക്കെ പറയുമ്പോൾ ആർക്കായാലും ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കാതെ നമ്മുടെ റെസിസ്റ്റൻസ് ആണ്. സോ അത് റെസിസ്റ്റൻസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് എന്താണ്, ഐ ആം വില്ലിങ് ടു റിലീസ് മൈ റെസിസ്റ്റൻസ്. ഞാൻ എൻ്റെ ഈ റെസിസ്റ്റൻസിനെയൊക്കെ റിലീസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഐ ആം വില്ലിങ് ടു ഫോർഗിവ് യു. ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരാൻ തയ്യാറാണ്. ഇനി മാപ്പ് തരാൻ തയ്യാറാണെന്നുള്ളൊരു വാക്ക് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഐ ആം വില്ലിങ് എന്നുള്ള ഞാൻ തയ്യാറാണ് എന്നുള്ളൊരു വാക്കെങ്കിലും നിങ്ങൾ പറയുക. അപ്പോൾ അങ്ങനെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രോസസ്സ് കുറച്ച് ദിവസം എടുക്കും. അപ്പോൾ നിങ്ങളത് എത്രത്തോളം ദിവസം എടുക്കുമോ അത്രത്തോളം ദിവസം എടുത്ത് നിങ്ങൾ ചെയ്യുക. ഓരോ വ്യക്തിനെ എടുത്തിട്ട് ചെയ്യുക. ഐ ആം വില്ലിങ് ടു ഫോർഗിവ് യു, ഐ ഫോർഗിവ് യു. ശരിക്കും ഫോർഗിവ് ചെയ്യുന്നത് പണ്ടത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണല്ലോ നമുക്ക് അവരോട് ദേഷ്യമുള്ളത്. ഫോർഗിവ് ചെയ്യാത്ത ആളുകൾ എപ്പോഴും പാസ്റ്റിൽ സ്റ്റക്കായിട്ടൊക്കെയാണ്. പാസ്റ്റിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഈ പ്രസൻറ്റ് നിമിഷത്തിൽ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നത്? സോ പാസ്റ്റിനെ റിലീസ് ചെയ്ത് പ്രസൻറ്റിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർഗിവ് ചെയ്യുന്നത്. ഫോർഗിവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ റെസിസ്റ്റൻസുകൾ വരും. അപ്പോൾ ആ റെസിസ്റ്റൻസിനെ റിലീസ് ചെയ്യുന്നു എന്നുള്ളൊരു അഫർമേഷൻ എടുക്കുക. ഞാൻ ഈ റെസിസ്റ്റൻസിനൊക്കെ റിലീസ് ചെയ്യുന്നു, എനിക്ക് സമാധാനം വേണം, എനിക്ക് സന്തോഷം വേണം. സോ പണ്ടത്തെ ആളുകളും അവരെക്കുറിച്ച് ആലോചിച്ചിട്ട് എൻ്റെ ജീവിതം ഞാൻ നശിപ്പിക്കുന്നില്ല. ഐ ആം വില്ലിങ് ടു റിലീസ് മൈ പാസ്റ്റ്, ഐ ആം വില്ലിങ് ടു ഫോർഗിവ് യു, ഐ റിലീസ് ഓൾ റെസിസ്റ്റൻസ്. അറ്റ്ലീസ്റ്റ് പറയുക ഐ ആം വില്ലിങ്, ഞാൻ മാപ്പ് കൊടുക്കാൻ തയ്യാറാണെന്നെങ്കിൽ നിങ്ങൾ പറയുക. ഐ ഫോർഗിവ് യു, ഐ സെറ്റ് യു ഫ്രീ. അപ്പോൾ എന്താണ്, നമ്മൾ അവരെ ഫ്രീ ആക്കുമ്പോൾ എന്താണ്, ശരിക്കും ആക്ച്വലി നമ്മളാണ് ഫ്രീ ആവുന്നത്. പണ്ടത്തെ കുറേ ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളങ്ങ് ഫ്രീ ആവുകയാണ്. ഫ്രീ ആകുമ്പോൾ നമുക്ക് പുതിയ പല കാര്യങ്ങളും ചിന്തിക്കാനും പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എനർജി വരും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, പഴയ കാര്യങ്ങളും അവരോടുള്ള ദേഷ്യമൊക്കെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് മനസ്സിൻ്റെ ഭാരമല്ലേ വർദ്ധിക്കുന്നത് ശരിക്കും. അപ്പോൾ അതിനെ ആ പാണ്ടക്കെട്ടുകളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും. ഇന്നത്തെ ദിവസം ജേർണലിങ്ങിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പണ്ടത്തെ പല കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളെ തന്നെ വില കുറച്ച് കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അത് ചെയ്തത് ശരിയായില്ല, അത് ഭയങ്കര നാണക്കേടായിപ്പോയി, ഞാൻ അങ്ങനെ പെരുമാറരുതായിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ നമ്മളെ ജഡ്ജ് ചെയ്ത് കമ്പയർ ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്ത് അങ്ങനെ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഭയങ്കര നാണക്കേടായിട്ട് തോന്നിയിട്ടുള്ള നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അത് നിങ്ങൾ ചിലപ്പോൾ 5 വയസ്സിൽ താഴെയായിരിക്കാം, സ്കൂളിൽ പഠിക്കുമ്പോഴായിരിക്കാം, കോളേജിൽ പഠിക്കുമ്പോഴായിരിക്കാം,
എപ്പോഴാണോ നിങ്ങൾ നിങ്ങളെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മോശമായിട്ട് ചിന്തിക്കുന്നത്, അതൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ ഒന്ന് കടന്നു പോകാൻ അനുവദിക്കുക. എന്നിട്ട് ആ എല്ലാ പ്രവൃത്തികൾക്കും നിങ്ങൾക്ക് തന്നെ മാപ്പ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ള വ്യക്തികൾക്ക് മാപ്പ് കൊടുക്കാൻ ഈസിയാണ്, എനിക്ക് തന്നെ മാപ്പ് കൊടുക്കാനാണ് പ്രയാസമുള്ളതെന്നുള്ളത് മനസ്സിലാകും. സോ നമുക്ക് തന്നെ മാപ്പ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വേറൊരു വ്യക്തിക്ക് മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കും. ഇന്ന് നിങ്ങൾക്ക് തന്നെ മാപ്പ് കൊടുക്കുക. ഇന്നത്തെ ജേർണലിങ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോവുക. ബീച്ചിലോ പാർക്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലോട്ട് പോവുക. നിങ്ങൾക്ക് ഓടാം, ചാടാം, ഫണ്ണായിട്ട് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാം. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ചെയ്യാതിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാത്ത, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡ് ഒരുപാട് സന്തോഷിക്കും. കാരണം പണ്ട് കുറേ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഫോളോ ചെയ്ത് ഇഷ്ടമുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടില്ല, പലപ്പോഴും സന്തോഷിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് നിങ്ങൾ ഫ്രീ ആയിട്ടൊന്ന് എൻജോയ് ചെയ്യുക. ഇന്നത്തെ ഹാർട്ട് തോട്ട് ഓഫ് ദി ഡേ എന്ന് പറയുന്നത്, അഫർമേഷൻ എന്ന് പറയുന്നത് ഐ ക്യാൻ ഫോർഗീവ്. മാക്സിമം നിങ്ങൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് റിപ്പീറ്റ് ചെയ്യുക. ലാസ്റ്റ് നമുക്ക് മെഡിറ്റേഷനാണ്. ഇന്ന് ഫോർഗീവ്നെസ് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഫർമേഷൻസ് ആണ്. അതായത് നമ്മൾ പാസ്റ്റിനെ നമ്മൾ റിലീസ് ചെയ്യുന്നു. പാസ്റ്റിൽ നമുക്ക് ഒരുപാട് മോശമായിട്ടുള്ള ഇൻസിഡൻ്റ് ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നമുക്കത് ഓർക്കുമ്പോൾ തന്നെ പേടിയായിരിക്കാം, നമുക്ക് ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ഞാൻ അത്ര പോരെന്നുള്ള ചിന്ത ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിനെല്ലാത്തിനെയും നമ്മൾ റിലീസ് ചെയ്തുകൊണ്ട് പണ്ട് അന്നത്തെ നമ്മുടെ അറിവും വിവരവും നമ്മുടെ ബോധമൊക്കെ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മളിരുന്നിട്ടും അത് ശരിയായില്ല ഇത് ശരിയായില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് നമ്മുടെ ബോധവും അറിവും ഒക്കെ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റു വ്യക്തികളും. ഓരോ വ്യക്തി തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവരുടെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവർ ചെയ്യുന്നത്. നമ്മളാണെങ്കിലും മറ്റു വ്യക്തികളാണെന്നുണ്ടെങ്കിലും നമ്മുടെ അറിവും ബോധവും ഒക്കെ വെച്ചിട്ട് ആ നിമിഷത്തിൽ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ അത് ഹോൾഡ് ചെയ്തിട്ട് നമ്മളുടെ പാസ്റ്റും ഫ്യൂച്ചറൊക്കെ നശിപ്പിക്കേണ്ട ആവശ്യമില്ല. സോ നമുക്കും മാപ്പ് കൊടുക്കുന്നു, മറ്റുള്ളവർക്കും മാപ്പ് കൊടുക്കുന്നു, എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കുന്നു. പുതിയ ഒരു സ്ഥലത്തേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു. പുതിയൊരു സ്ഥലത്തേക്ക് മീൻസ് പുതിയ തോട്ട്സ്, പഴയ ലിമിറ്റിംഗ് തോട്ട്സ് ഒക്കെ വിട്ടിട്ട് പുതിയ തോട്ട്സ്, പുതിയ ബിലീഫ്, പുതിയ ഐഡിയാസ് അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു. ലൈഫ് സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മെഡിറ്റേഷനിൽ വരുന്ന അഫർമേഷൻസ് ഞാൻ ഒന്നല്ലെങ്കിൽ കമൻറ്റിലോ, അല്ലെങ്കിൽ കമൻറ്റിൽ ചെയ്തിട്ട് പിൻ ചെയ്തേക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്യാവുന്നതാണ്. ഈ അഫർമേഷൻ നമ്മൾ ഈ ബുക്കിനെ ഫോളോ ചെയ്തിട്ടാണ്, മിറർ വർക്ക് എന്ന് പറയുന്ന ബുക്കിനെ ഫോളോ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് ഇംഗ്ലീഷിലാണ് ആ ബുക്കുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ അഫർമേഷൻ പേസ്റ്റ് ചെയ്തേക്കാം. ഇനി ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവാത്ത ആളുകളാണെങ്കിൽ ChatGPT അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ, ഇംഗ്ലീഷിന് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആപ്പുകളുണ്ട്. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് മലയാളത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ 15 ദിവസത്തെ മിറർ വർക്ക് ചലഞ്ച് നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 16ാമത്തെ ദിവസത്തെ വീഡിയോ നമ്മൾ ഇടും. അപ്പോൾ അതുവരെയും എല്ലാവർക്കും നന്ദി. എല്ലാവരും ആക്ടിവിറ്റീസൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക. ഇപ്പോൾ ഇന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യാനായിട്ട് അത്രയ്ക്ക് സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ നോക്കുമ്പോൾ 14ാമത്തെ ദിവസത്തെ വീഡിയോ വരെയും കണ്ട് അതിന് കമൻ്റ് ഇട്ട ആളുകളുണ്ട്. പിന്നെ പേഴ്സണലി എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാനിപ്പോൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ 14ാമത്തെ ദിവസം ചെയ്തവർ ഇന്ന് ചെയ്യാനായിട്ട് ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് തിരക്ക് പിടിച്ച സമയമില്ലെങ്കിലും ഞാനന്ന് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു സീരീസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഞാനും ഇപ്പം ലൈഫിൽ, ഞാനും എന്നല്ല എല്ലാ വ്യക്തികളും ലൈഫിൽ ഡിഫിക്കൽട്ട് പീരീഡിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് മാത്രമേ അതിൻ്റെ ഒരു പെയിനും അതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ആ പെയിനിലൂടെ കടന്നു പോയിട്ടുണ്ട്, അത് ഞാൻ ഓവർകം ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ഹാപ്പിയാണ്, പീസ്ഫുള്ളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇത് നിങ്ങൾ വെറുതെ കണ്ടുപോയിട്ട് കാര്യമില്ല. നിങ്ങളത് അതിൻ്റെ കൺസെപ്റ്റൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് മാറ്റം വേണമെന്ന് നിങ്ങൾ തന്നെ വിചാരിച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുക. ഇപ്പം ഇത് 21 ദിവസത്തെ ചലഞ്ച് ആണെങ്കിലും ചില ആളുകൾക്ക് ഇപ്പോൾ ഡേ 1 അല്ലെങ്കിൽ ഡേ 10ാമത്തെ ചലഞ്ച് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്ന് തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് നിങ്ങളത് ചെയ്യുക. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഇതൊക്കെ ചെയ്തിട്ട് വലിയ മാറ്റം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ
കറക്റ്റായിട്ട് ചെയ്യൂലായിരുന്നു, വെറുതെ ഒന്ന് നോക്കി അങ്ങനെ പോലായിരുന്നു. പക്ഷെ പിന്നീട് നമ്മളത് ഓരോ ദിവസത്തെയും കറക്റ്റായിട്ട് ചെയ്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തപ്പോൾ എനിക്ക് ലൈഫിലുണ്ടായ മാറ്റം വളരെ വലുതാണ്. അതുപോലെ തന്നെ ഞാനൊരു ലൈഫ് കോച്ച് ആയതുകൊണ്ട് തന്നെ കുറേ 1-to-1 സെക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലയൻസിന് ഉണ്ടാകുന്ന മാറ്റങ്ങളും അതൊക്കെ കണ്ട് ഉറപ്പായിട്ട് മാറ്റം ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് അത് ചെയ്യാനും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.